ഗൈസ് നിങ്ങളായിരിക്കും എൻ്റെ കയ്യിൽ എന്താ ഈ ഒരു ഡോളെന്ന്. ഇന്ന് നമ്മൾ ലൂണനെ പ്രാങ്ക് ചെയ്യാൻ പോകണം. ലൂണ അറിയുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് കാട്ടിയ ആ ഒരു മതിലിൻ്റെ മുകളിൽ ഏത് പൂച്ചയാണോ എന്താണ് വന്നിരുന്നാൽ ലൂണ കുരയ്ക്കും, നല്ല കുര കുരയ്ക്കും. എൻ്റെ തല അവിടെ തട്ടും, ഭയങ്കര കുരയാണ്. കൂടൊക്കെ മാറ്റണം ശരിക്കും. അതിന് പറ്റിയ കൂടല്ല, അതിന് ഇനിയും നീളം വെക്കല്ലോ, ഇനിയും കൂട് മാറ്റണം, വലുതാക്കും. അപ്പോൾ അതിനെ കണ്ടു തന്നെ ഇതുപോലെ ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയപ്പോൾ ഇതിനെ അവിടെ വെച്ച് നോക്കിയപ്പോൾ ഇത് കുറച്ച്. അപ്പോൾ ഞാൻ വീണ്ടും അവിടെ വെക്കാൻ പോകണം. അപ്പോൾ ശിവാനി അതിൻ്റെ മൈൻഡ് ചെറുതായിട്ടൊന്ന് മാറ്റിയെടുക്കും ഞാൻ അവിടെ വെക്കാൻ പോകുന്ന ടൈമിൽ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ഇതാ ശിവാനി അവിടെ ഇരുന്നിട്ട് ഇതാക്കാണ് കേട്ടോ, അതിൻ്റെ മൈൻഡ് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പതുക്കെ നമ്മൾ ഇത് കാണാത്ത രീതിയിൽ ഒരു പോസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ വെച്ചു നേരത്തെ. അപ്പോൾ നമ്മളെപ്പോഴും അവിടെ തന്നെയാണ് വെക്കുന്നത്. ഇവിടെ വെച്ചാലും കുറച്ചുണ്ട്, ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൂണൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ശിവാനി മാറിക്കോ. കണ്ടോ ലൂണ നമ്മൾ കറിയാണ് കേട്ടോ, ഫസ്റ്റ് തന്നെ അത് ശ്രദ്ധിച്ചിട്ടില്ല. ഒക്കെ നമുക്കാര് കണ്ടോ ഗൈസ്, കണ്ടോ അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ചെറിയൊരു പ്രാങ്കായിരുന്നു നമ്മൾ ചെയ്തത്. ഓക്കെ, നമുക്കടുത്ത് മാറ്റാം ഗൈസ്. നമ്മളടുത്ത് മാറ്റി നിരൂപണൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കാം. നമുക്ക് ഈ ഡോളിനെ കടിക്കാൻ നോക്കുകയാണ് ഗൈസ്, കടിക്കാൻ നോക്കുകയാണ് കേട്ടോ. നമുക്ക് കടിക്കാൻ നോക്കുകയാണ്. കണ്ടോ വരാതെ അടി കിട്ടുമല്ലോ ഇവിടെ. മുകളിലേക്ക് വെച്ചേക്കാം. കടിക്കാൻ നോക്കണം കേട്ടോ. പൊട്ടന് മനസ്സിലായിട്ടില്ല സംഭവം എന്താണെന്ന്. പൊട്ടത്തിക്ക് നിങ്ങൾ വെറുതെ പറഞ്ഞു കേട്ടോ, പൊട്ടത്തി നോക്കാം. നിങ്ങൾ ഇനി വേറെ വിചാരിക്കണ്ട, വെറുതെ പറഞ്ഞു. ലൂണ ഇതൊക്കെ ഇത് ഡോളാടോ കണ്ടോ, അതിൻ്റെ ഇതാണത്. കണ്ടില്ലേ ഗൈസ്, എന്തിനാ കുട്ടി കുറച്ചത്? ആരിവിടേക്ക് ഇപ്പോൾ വന്നാലും അത് കുരയ്ക്കും കേട്ടോ, നല്ല കുര കുരയ്ക്കും. ഇനി അതിൻ്റെ ഇത് മാറി നോക്കാം. കടിക്കാൻ നേരത്തെ നക്കുക നോക്കി, പക്ഷെ ഇപ്പോൾ വീണ്ടും കുറച്ച് ഇങ്ങനത്തെ വൈറ്റ് കളറിൽ പൂച്ചയൊക്കെ വന്ന് കിടക്കണം. അപ്പോൾ പൊരിക്കിട്ടു